നമുക്ക് വിഷു സ്പെഷ്യൽ മാങ്ങാക്കറി ആയിരുന്നു. നമുക്ക് വിഷുവിൻ്റെ സമയത്താണ് നാടൻ മാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്നത്. ആ ഒരു മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണല്ലോ നമ്മുടെ മാങ്ങ സീസൺ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി നാടൻ മാങ്ങ, അതും എൻ്റെ വീട്ടിലാണ് കേട്ടോ. അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ കൊണ്ടുവന്നതാണിത്. അപ്പോൾ നല്ല നാടൻ മാങ്ങ, വീട്ടിലെ മാങ്ങ നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ എന്നാൽ ഇത് വെച്ചിട്ട് അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നു, ഞാനത് ചെയ്തു. അങ്ങനെ കേട്ടോ, അതിനെ എനിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നാറുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന മാങ്ങാക്കറിക്ക് എന്തോ എനിക്കങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഞാനിതാ ഇത്രയും മാങ്ങ ഞാൻ തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ശർക്കരയും ഇത്രയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, അത് നമുക്ക് കാശ്മീരി പൗഡർ ആയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്യാം. ഞങ്ങളുടെ മാങ്ങാക്കറിയിലേ നല്ല മധുരമായിരിക്കും കേട്ടോ. ഈ മാങ്ങാക്കറി ചോറൊന്നും ഇല്ലാതെ തന്നെ വെറുത്ത് നമുക്ക് കഴിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പം മുതലേ കണ്ടുവരുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്തുള്ള ഈ ഒരു മാങ്ങാക്കറി. എന്നും വീട്ടിൽ മാങ്ങാക്കറി ഉണ്ടാക്കും. കാരണം വീട്ടിൽ മാവുണ്ട്. ഈ മാങ്ങ കിട്ടുന്നത് ഒന്നരാടാണ് ഈ മാവ് അവിടെ കായ്ക്കാറ്. അവിടെ വീട്ടിൽ ഈ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിക്കുന്നത് നോക്കിയിരിക്കാറുണ്ട് എന്നല്ലാതെ ഞാൻ ഈ കറി കഴിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ ഒരു പ്രാവശ്യം ഇതുപോലെ കൊണ്ടുപോയ സമയത്തേ അവിടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടം, ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുന്ന കണ്ടപ്പോൾ വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതുവരെ ഇതിൻ്റെ ടേസ്റ്റ് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഈ കറീനോട് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിവിടെ നാളികേരം, അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നും ആഡ് ചെയ്യാതെ വെറുതെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. ഇനി ആ ഒരു അരപ്പ് ഞാനിതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യുന്നത് ഞാൻ തൈരിലാണ്. അപ്പോൾ ഇതിലേക്ക് തൈര് നമുക്ക് അടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ തൈരിലാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നത്. ഞാൻ നാളികേരത്തിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാങ്ങ കുക്കറിൽ ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചു കേട്ടോ. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ആ നാളികേരത്തിൻ്റെ പച്ചമണവും പച്ചക്കുത്തലും എല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം. ഞാനിതാ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ കറി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അടിച്ച് വെച്ച നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് സിമ്മാക്കി വയ്ക്കാൻ വിട്ടുപോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ തൈര് ചൂട് തട്ടുമ്പോൾ ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക്. ഞാനിതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പാണോ വേണ്ടത്, മധുരമാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് നല്ല മധുരം വേണം ഈ കറിയിൽ. അത് കാരണം ഞാൻ മധുരം എനിക്ക് അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ എൻ്റെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറവിടണം. ഞാൻ സ്റ്റവ് ഓഫാക്കി കേട്ടോ. അപ്പോൾ ഇനി വറവിടാൻ ഇതിലേക്ക് എന്തൊക്കെ എടുക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും, 1/2 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുളിയില്ലാത്ത കറിയാണ്, നല്ല മധുരക്കറിയാണ്. അപ്പോൾ പുളിശ്ശേരി എന്ന് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളിതുപോലെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. എല്ലാവരും ടീ ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ
മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം ഇത് മധുരമായിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി കറിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.